ഓം ശ്രീ സായിരാം. സായീശ്വരൻ്റെ അനശ്വരമായ അമൃതമൊഴികളിൽ ചിലത് ശ്രദ്ധിക്കൂ, മനസ്സിൽ ഉറപ്പിക്കൂ. എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവൻ എവിടെ നോക്കിയാലും എന്നെ കാണും. അവന് ഞാനില്ലെങ്കിൽ സമസ്തവും ശൂന്യമാണ്. അവൻ്റെ നാവിൽ എൻ്റെ നാമവും എൻ്റെ കഥകളും മാത്രമേ ഉള്ളൂ. അവന് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭക്തൻ്റെ മനസ്സിൽ ഒരേയൊരു രൂപമേ ഉള്ളൂ, എൻ്റെ രൂപം. അങ്ങനെ എന്നെ ചിന്തിച്ച് അവനും ഞാനും ഒന്നായിത്തീരുന്നു. അവന് കർമ്മവും അകർമ്മവുമില്ല. ഇത്തരം സ്നേഹവും താല്പര്യവും എവിടെയാണോ അവിടെ ഞാൻ എൻ്റെ ഭക്തനെ കാത്തു നിൽക്കും. ഏകാഗ്ര മനസ്സോടെ എന്നിൽ ശരണം തേടിയവൻ്റെ സകല ഉത്തരവാദിത്വവും എൻ്റേതാണ്. അവന് ഞാൻ കടക്കാരനാണ്. അവൻ ഉന്നതിയുണ്ടാക്കി ഞാൻ ആ കടം വീട്ടും. അതീവ ശ്രദ്ധയോടെ എന്നെ ധ്യാനിക്കുക. എനിക്ക് നൽകാതെ യാതൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതിരിക്കുക. എനിക്ക് വേണ്ടി മാത്രം ദാഹവും വിശപ്പും അകറ്റുന്നവൻ, എന്നെ മാത്രം ശരണം പ്രാപിച്ചവൻ, ആ ഭക്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അവനെക്കുറിച്ചായിരിക്കും സദാ എൻ്റെ ചിന്തകളും. അവൻ എൻ്റെ പാദങ്ങളിൽ പ്രേമപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കനത്ത വർഷപാതത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകും. ഒടുവിലവ കടലിനോട് ചേരും. അതോടുകൂടി നദി സാഗരമായി തീരുകയാണ്. പിന്നീട് നദിക്ക് സ്വന്തമായൊരു നാമമോ അസ്തിത്വമോ ഇല്ല. അതുപോലെ എന്നെ സദാ സ്മരിക്കുമ്പോൾ, എന്നിൽ ലയിക്കുമ്പോൾ അവന് ഞാനല്ലാതെ മറ്റാരും കാണുകയില്ല. എന്നെ അവൻ എവിടെയും ദർശിക്കും. നിന്നിലെ അഹങ്കാരം തൂത്തെറിയൂ. ഹൃദയവാസിയായി എന്നെ ശരണം പ്രാപിക്കൂ. മായ ആ നിമിഷം നിന്നെ വിട്ടകലും. പിന്നെ അറിയേണ്ടതായി യാതൊന്നും നിനക്ക് മുന്നിൽ ശേഷിക്കുകയില്ല. ഇത് സത്യമാണ്. ഞാൻ എവിടെയാണുള്ളതെന്ന് ഒട്ടുമേ സംശയം വേണ്ട. ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ആത്മാർത്ഥമായി തിരഞ്ഞാൽ സുഗമമായി എന്നെ കണ്ടെത്താം. നിങ്ങൾ നിങ്ങളുടെ നാമവും രൂപവും ഉപേക്ഷിക്കുന്നതായി ഭാവന ചെയ്യൂ. പിന്നീട് ശേഷിക്കുന്നത് എന്താണ്? ഞാൻ സായി തന്നെയാണ്. ഞാൻ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. സൃഷ്ടിജാലങ്ങളിൽ സായി അല്ലാതെ യാതൊന്നുമില്ല. ഇങ്ങനെ നിന്റെ ചിന്തകൾ വികസിപ്പിക്കൂ. അപ്പോൾ എന്നെ സർവ്വവ്യാപിയായി മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. അതോടെ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് കർമ്മങ്ങളിൽ ആസക്തനാകാതിരിക്കുക. എന്നിൽ മനവും മിഴിയും ഉറപ്പിക്കുക. നിനക്ക് ശ്രേയസ്സുണ്ടാവും. ആരോടും കഠിനമായോ പരുഷമായോ സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ എനിക്കാണ് മുറിവേൽക്കുന്നതെന്ന സത്യം ഓർമ്മിക്കൂ. കഠിനമായ പദപ്രയോഗം ഏറ്റാലും ആ വേദന വിഷമമില്ലാതെ സഹിക്കുന്നവൻ എന്നിൽ ദീർഘകാലത്തേക്ക് സംതൃപ്തി ഉളവാക്കുന്നു. സായി പ്രേമസ്വരൂപമാണ്. ജയ് സായിരാം.